ഗൈസ് എല്ലാവർക്കും മൈസർ വ്ളോഗ്സിലേക്ക് സ്വാഗതം സ്വാഗതം ഗൈസ് ഇപ്പം തന്നെ സമയം ഗൈസ് 5:47 ആയിട്ടോ. ഇന്ന് ബറാത്രാവിൻ്റെ നോമ്പായതുകൊണ്ട് തന്നെ ഗൈസ് ഇന്ന് നോമ്പിന് ഒരുപാട് സ്പെഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണുള്ളത് ഞാൻ പറയുന്നില്ല ഗൈസ്, ഞാൻ നോമ്പ് കൊടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അടിപൊളി സാധനങ്ങളാണ് ഗൈസ്. ഓക്കെ, നോമ്പ് കൊടുക്കുന്നവർ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ അമ്മ. നമ്മളിന്ന് എല്ലാവരും പിടിച്ചു ഗൈസ് നോമ്പ് കേട്ടോ. സാധാരണ ഞാനും ലുപ്പിയാണ് പിടിച്ചത്, പക്ഷേ ഇന്ന് വീട്ടിൽ എല്ലാവരും പിടിച്ചു ഗൈസ്. ഓക്കെ, ഇന്ന് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടെന്ന് ഞാൻ നോമ്പ് കൊടുക്കുമ്പോൾ ഗൈസ് എന്തായാലും കാണിച്ചു കേട്ടോ. എന്തായാലും അടിപൊളി സാധനങ്ങളായിരിക്കും ഗൈസ്. എന്തായാലും കണ്ണച്ചത്തിൽ പൊരിക്കുന്ന ഗൈസ് നിങ്ങൾ കാണുന്നുട്ടോ. നോമ്പ് തുറക്കാൻ വേണ്ടി എല്ലാ ഐറ്റംസാണ് ഗൈസിനെ അവിടെ കാണിക്കാൻ പോകുന്നത്. അടിപൊളിയാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ ഒരു പത്തിരി പൊരിച്ചു. ഇതാ ഗൈസ് എൻ്റെ അമ്മ പത്തിരി പൊരിക്കാൻ വേണ്ടി എല്ലാം പരുത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. സമയം ഗൈസ് കുറച്ചും കൂടി ഉള്ളൂ ബാങ്ക് കൊടുക്കുകയാണ് ഗൈസ്. അല്ലേ ചിക്കൻ പൊരിക്കാണ് ഗൈസ്. ഓക്കെ, പിന്നെ നമ്മൾ തരിക്കഞ്ഞുണ്ട്. നോമ്പിന് നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്. പിന്നെ കണ്ണച്ച പത്തിരി ഇറാനിപ്പോള, പിന്നെ നമ്മളെ ഗൈസ് എല്ലാ സംഭവം കേട്ടോ. വയനാർച്ചത് മുന്തിരി, ഒരു ചിക്കൻ കറി, അടിപൊളി ചിക്കൻ കറി വെച്ചാൽ അടിപൊളി സ്പ്രിങ് ചിക്കൻ കറി സെറ്റാണ് ഗൈസ്. ഓക്കെ, കൂട്ടി വെക്കണം നിങ്ങൾ, അടിപൊളിയാണ് ഗൈസ്. പിന്നെ മിൽക്ക് സർബത്ത് എല്ലാം കൂടി ഉണ്ടെങ്കിൽ നോമ്പ് ഉഷാറായി ഗൈസ്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് സെറ്റായി ഗൈസ്, ഉഷാറാണ് ഗൈസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഗൈസ് വത്തക്ക എത്തിയിരിക്കുകയാണ്, വത്തക്ക എത്തി. പിന്നെ ഗൈസ് ചിക്കൻ പൊരിച്ചതും എത്തി ഗൈസ്. ഈ നോമ്പ് ഉഷാറാണ് ഗൈസ്.